Hello everyone, welcome to the class. അപ്പോൾ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 എന്നുള്ള സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഒരു കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് അല്ലേ. ഇപ്പോൾ ഒരു കമ്പനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏത് കമ്പനിയിലാണെങ്കിലും ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 പ്രകാരം 3 ഡോക്യുമെന്റ്സ് ഉണ്ട് ആ കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസിന്റെ ക്രമത്തിൽ ഇങ്ങനെയാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, പിന്നെ തൊട്ട് താഴെയാണ് വരുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, പിന്നെ അത് കഴിഞ്ഞിട്ട് പബ്ലിക് കമ്പനീസ്, ലിസ്റ്റഡ് പബ്ലിക് കമ്പനീസിൽ പ്രോസ്പെക്ടസ് എന്നൊരു ഇമ്പോർട്ടൻ്റ് ഡോക്യുമെന്റ് കൂടി ഉണ്ട്. പക്ഷെ പ്രോസ്പെക്ടസ് എല്ലാ കമ്പനികൾക്കും നിർബന്ധമല്ല. ഫോർ എക്സാമ്പിൾ, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പ്രോസ്പെക്ടസ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണത് മെമ്മോറാണ്ടം എന്താണ്, മെമ്മോറാണ്ടത്തിന്റെ കണ്ടന്റ് എന്താണ് എന്നാണ്. നമുക്ക് നോക്കാം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഏത് കമ്പനിയുടെ ആണെങ്കിലും അത് പ്രിന്റഡ് ഡോക്യുമെന്റ് ആയിരിക്കണം എന്നാണ് കമ്പനീസ് ആക്ട് പറയുന്നത്. പ്രിന്റഡ് ആയിരിക്കണം എന്ന് മാത്രമല്ല, അത് പാരഗ്രാഫുകളായി ഡിവൈഡ് ചെയ്തിട്ടും ഉണ്ടാവണം. ഇനി ഓരോ പാരഗ്രാഫിനെയും ഓരോ ക്ലോസ് ആക്കി തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ ക്ലോസിനും ഒരു ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്തിനാണിത്? കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിവിധ തരത്തിലുള്ള ക്ലോസുകളിലായിട്ടാണ് ഈ മെമ്മോറാണ്ടത്തിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കേണ്ടത്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം. കാരണം അതിന്റെ ഒരു മോഡൽ ഫോർമാറ്റ് കമ്പനീസ് ആക്ടിന്റെ അവസാനം ഷെഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ മോഡലിലായിരിക്കണം ഓരോ കമ്പനിയും മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഉണ്ടാക്കുന്നത്. അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി എന്താണ് അതിന്റെ കണ്ടന്റ് എന്ന് നോക്കാം. നെയിം ക്ലോസ്. ഫസ്റ്റ് പാരഗ്രാഫ് എപ്പോഴും മെമ്മോറാണ്ടത്തിന്റെ നെയിം ക്ലോസ് ആയിരിക്കും. നെയിം ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പേര് എന്താണോ അത് കൃത്യമായിട്ട് നെയിം ക്ലോസിൽ ഉണ്ടായിരിക്കണം. കമ്പനിയുടെ പേര് എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട പേരിലൊന്നും ചിലപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഒരു പേരും കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി ആ പേരിൽ ഒരു കമ്പനി ഉണ്ടാവാം. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യണ എല്ലാ കമ്പനികളും നമുക്ക് അറിഞ്ഞുകൊള്ളണം എന്നില്ലല്ലോ. പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേരിൽ പിന്നീട് രജിസ്ട്രേഷൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ എന്താ ഉണ്ടാവുക? സാധാരണ കമ്പനികളുടെ പേര് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചധികം ശ്രദ്ധിക്കണം. ഇത് മാത്രമല്ല പ്രശ്നം. അതുപോലെ തന്നെ ഇന്ത്യയിലെ നെയിംസ് ആൻഡ് എംബ്ലംസ് ആക്ട് ഉണ്ട്. അതായത് നിയമം അനുശാസിക്കുന്നുണ്ട് ചില പ്രത്യേക പേരുകള് ഒന്നും കമ്പനികളുടെ പേരുകളായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയുടെ പേര് അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ പേര്, അങ്ങനെയുള്ള പേരുകൾ. അതല്ലെങ്കിൽ ആ പേര് എന്തെങ്കിലും ഇല്ലീഗൽ ആയിട്ടോ അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടോ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുമല്ല ഇനി ആ പേര് നമ്മളുടെ രാജ്യത്തിന്റെ സോവറിനിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി അതിനെയൊക്കെ ബാധിക്കുന്നതാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പേര് രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, അപ്പൊ സാധാരണ കമ്പനികൾ എന്താ ചെയ്യുക? രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു 3ഓ 4ഓ പേര് കരുതി വെച്ചിട്ട് പോവും. അങ്ങനെയാവുമ്പോ ഏതെങ്കിലും ഒരു പേരിൽ രജിസ്റ്റർ ചെയ്യാലോ. അങ്ങനെയാണ്. അപ്പൊ നെയിം ക്ലോസിൽ കമ്പനിയുടെ പേര് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി മെമ്മോറാണ്ടത്തിൽ എങ്ങനെയാണോ എഴുതിയിട്ടുള്ളത് അതേപോലെ ആവണം പിന്നീട് എല്ലാ സ്ഥലത്തും കമ്പനിയുടെ പേര്. ഓക്കെ, ഇനി രജിസ്ട്രേഡ് ഓഫീസ് ക്ലോസ്. ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് എവിടെ ആയിരിക്കണം എന്ന് ഒരു ഐഡിയ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഐഡിയ എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു പക്ഷേ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസ് ആയിട്ടില്ലെങ്കിൽ പോലും രജിസ്റ്റർ ചെയ്യാൻ സമ്മതിക്കും. പക്ഷേ വിത്തിൻ എ പെർട്ടിക്കുലർ നമ്പർ ഓഫ് ഡേയ്സ്, സാധാരണ 30 ദിവസം ഒക്കെയാണ്
അനുവദിക്കുക. നിയമപ്രകാരം 30 ദിവസത്തിനുള്ളിൽ ഒരു രജിസ്റ്റർ ഓഫീസ് ഉണ്ടായിരിക്കണം, രജിസ്റ്റേർഡ് ഓഫീസ് ഉണ്ടായിരിക്കണം. അപ്പൊ ആ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ അതിന്റെ അഡ്രസ് ആണ് ഈ രജിസ്റ്ററിൽ കൊടുക്കുക. ഈ രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ കൊടുക്കുന്ന അഡ്രസ് ആണ് കമ്പനിയുടെ അഡ്രസ്. ഇപ്പൊ നമ്മൾ ചില കമ്പനികളിലൊക്കെ പരസ്യത്തിൽ കാണാറില്ലേ കോർപ്പറേറ്റ് ഓഫീസ്. അപ്പൊ കമ്പനിയുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നെയിം ക്ലോസിലുള്ള പേരും രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിലുള്ള അഡ്രസ്സുമാണ്. ഈ അഡ്രസ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇപ്പൊ മഹാരാഷ്ട്രയിലാണ് ആ അഡ്രസ് എങ്കിൽ ആ കമ്പനി രജിസ്റ്റർ ചെയ്യണതും രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ഈ അതോറിറ്റിയുടെ അണ്ടറിലായിരിക്കണം. മറിച്ച് കമ്പനി ഇപ്പോ ഹുബ്ലിയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്, അങ്ങനെ ആവുമ്പോൾ സ്റ്റേറ്റ് ഓഫ് കർണാടകയിലെ രജിസ്റ്റേർഡ് അണ്ടറിലായിരിക്കും കമ്പനി രജിസ്റ്റർ ചെയ്യണത്. അതുകൊണ്ട് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് കമ്പനിയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് കൃത്യമായിട്ട് ഈ ക്ലോസിൽ എഴുതുകയും വേണം. ഓക്കെ, അപ്പൊ രണ്ട് കാര്യങ്ങൾ മനസ്സിലായില്ലേ? കമ്പനിയുടെ പേര് നെയിം ക്ലോസിലുള്ളതാണ്, കമ്പനിയുടെ അഡ്രസ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസിൽ ഉള്ളതാണ്. ഓക്കെ, ഇനിയോ ഒബ്ജക്റ്റ്. ഒരു മെമ്മോറാണ്ടത്തിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ക്ലോസ് ആണ്. കാരണം ഈ ഒബ്ജക്റ്റ് ക്ലോസിലാണ് കമ്പനി എന്തിനു വേണ്ടിയിട്ടാണ് ഫോം ചെയ്തിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ കമ്പനിക്ക് ചെയ്യാനും പാടുള്ളൂ. ഒബ്ജക്റ്റ് ക്ലോസിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം കമ്പനി ചെയ്താൽ അത് ഇല്ലീഗൽ ആവും, നൾ ആൻഡ് വോയിഡ് ആവും. അതായത് അത്തരത്തിലുള്ള ഒരു ആക്ഷന് ലീഗൽ വാലിഡിറ്റി പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് കമ്പനികൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ഈ ഒബ്ജക്റ്റ് ക്ലോസ് തയ്യാറാക്കുക. സാധാരണ കമ്പനികൾ എന്താ ചെയ്യാന്നറിയോ? ഇപ്പൊ തൽക്കാലം എന്ത് ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അത് മെയിൻ ഒബ്ജക്റ്റ് ആയിട്ട് വെക്കുകയും ഭാവിയിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ കമ്പനിക്ക് താല്പര്യം ഉണ്ടാകാമല്ലോ. കമ്പനിയുടെ ഇൻട്രസ്റ്റ് മാറാം, കമ്പനിയുടെ മാത്രമല്ല മാർക്കറ്റിനനുസരിച്ച് നമുക്ക് പുതിയ ബിസിനസ്സുകൾ തുടങ്ങേണ്ടി വരും ഇല്ലേ? അപ്പൊ അത്തരത്തിൽ ഈ കമ്പനിക്ക് സാധ്യമായ എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റ് ക്ലോസിൽ എഴുതി വെക്കുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പോഴൊക്കെ ആയിട്ട് കാണാറുള്ളത്. കാരണം മുമ്പ് കമ്പനികൾക്ക് ഇത്തരം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒബ്ജക്റ്റ് ക്ലോസിൽ എഴുതാത്തതൊന്നും കമ്പനിക്ക് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഇനി ഒബ്ജക്റ്റ് ക്ലോസ് അങ്ങോട്ട് മാറ്റി എഴുതി കളയാം എന്ന് വെച്ചാൽ അത് വളരെ പ്രയാസമുള്ള ഒരു പ്രൊസീജിയറാണ് ഈ ഒബ്ജക്റ്റ് ക്ലോസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് സാധാരണ കമ്പനികൾ വളരെ സൂക്ഷിച്ചിട്ടാണ് ഒബ്ജക്റ്റ് ക്ലോസ് തയ്യാറാക്കുന്നത്. ഓക്കെ, ഒബ്ജക്റ്റ് ക്ലോസിൽ എന്താ ഉണ്ടാവുക? ദ പർപ്പസ് ഫോർ വിച്ച് കമ്പനി ഈസ് ഫോംഡ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം, ലയബിലിറ്റി ക്ലോസ്. ഈ ലയബിലിറ്റി ക്ലോസിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും കമ്പനി ലിമിറ്റഡ് ആണോ, കമ്പനി അൺലിമിറ്റഡ് ആണോ. ഇനി അഥവാ ലിമിറ്റഡ് ആണെങ്കിൽ ലിമിറ്റഡ് ബൈ ഷെയർ ആണോ, ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടി ആണോ. ഇതാണ് ലയബിലിറ്റി ക്ലോസിൽ ഉണ്ടാവുക. അപ്പൊ ലയബിലിറ്റി ക്ലോസ് കണ്ടാൽ നമുക്ക് കമ്പനിയുടെ നേച്ചർ ഓഫ് ലയബിലിറ്റി, ആരുടെ ലയബിലിറ്റി, മെമ്പേഴ്സ് ലയബിലിറ്റി കൃത്യമായിട്ട് മനസ്സിലാവും. ഇനിയോ ക്യാപിറ്റൽ ക്ലോസ്. കമ്പനിക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട്, കമ്പനി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, അതിൽ എത്ര സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ ഉണ്ട്, അതിൽ എത്ര പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഉണ്ട്. ഈ സ്ട്രക്ചർ, ക്യാപിറ്റൽ സ്ട്രക്ചർ കൃത്യമായി കാണിക്കുന്ന ഒരു ക്ലോസ് ആണ് ക്യാപിറ്റൽ ക്ലോസ്. ഇനി ഒരു ക്ലോസും കൂടി ഉണ്ട്. എന്താണത്? അസോസിയേഷൻ ഓർ സബ്സ്ക്രിപ്ഷൻ ക്ലോസ്. ഈ ക്ലോസിൽ എന്താ ഉണ്ടാവുക എന്നറിയോ? കമ്പനി ഫോം ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ മെമ്പേഴ്സ് ആവാൻ വേണ്ടി തയ്യാറായി വരുന്ന ആളുകൾ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു കമ്പനി നന്നായി ബിസിനസ് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ ഷെയർ വാങ്ങാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും ഇല്ലേ? എന്നാലോ ഒരു പുതിയ കമ്പനി തുടങ്ങുമ്പോൾ എല്ലാവർക്കും പേടിയുണ്ടാവും. ഈ കമ്പനി ലാഭത്തിൽ പോവുമോ അതോ കമ്പനി നഷ്ടം ഉണ്ടാക്കുവോ എന്നുള്ള പേടികൾ എല്ലാവർക്കും ഉണ്ടാവില്ലേ? അപ്പോ കമ്പനി പുതുതായിട്ട് തുടങ്ങുന്ന സമയത്ത് ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അതിന്റെ മെമ്പർ ആവാനും തയ്യാറായി മുന്നോട്ട് വരുന്ന ആളുകളെയാണ് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് എന്ന് വിളിക്കുക. അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷനാണ് കമ്പനിയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന്റെ പേര്, അഡ്രസ്സ്, ഇപ്പൊ നമ്മൾ കമ്പനീസ് ആക്ടിൽ ഇതിന്റെ ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ വിറ്റ്നസിന്റെ അഡ്രസ്സ്, ഡീറ്റെയിൽസ് ഒക്കെ കമ്പനികളുടെ മെമ്മോറാണ്ടത്തിൽ കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും സബ്സ്ക്രൈബർ, അതായത് ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഓഫ് ദ കമ്പനി, അവരുടെ എല്ലാവരുടെയും പേരും അഡ്രസ്സും ഈ ക്ലോസിൽ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ കമ്പനി
ആരാണ് ഫോം ചെയ്തത്, ഫോം ചെയ്യാൻ ആരൊക്കെയാണ് മുന്നോട്ട് വന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഉണ്ടാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പനിയെ സംബന്ധിച്ച് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലീഗൽ ഡോക്യുമെന്റ് ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. സാധാരണ നമ്മൾ എന്താ പറയാന്നറിയോ, ഒരു രാജ്യത്തിന് എങ്ങനെയാണോ കോൺസ്റ്റിറ്റ്യൂഷൻ, ഹൗ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ടു എ കൺട്രി, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ has a similar position, similar legal position as that of a constitution to a country എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാ, ഒരു രാജ്യത്തെ അടിസ്ഥാന നിയമാവലിയാണ് അല്ലെ ആ രാജ്യത്തെ ഭരണഘടന. അതിൽ നിന്നാണ് മറ്റ് നിയമങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെയാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ് കമ്പനിയെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. ഒരു കമ്പനി എങ്ങനെയാണ് മറ്റുള്ളവരോട് ഡീല് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ ബേസ് ചെയ്തിട്ടാണ് കമ്പനിയിൽ മറ്റ് റൂൾസ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ബാക്കി എല്ലാ നിയമങ്ങളും ഈ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, അതിന്റെ അണ്ടറിലുള്ളതും ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് മെമ്മോറാണ്ടം എന്താണ്, അതിന്റെ കണ്ടന്റ് എന്താണ് എന്ന് മനസ്സിലായില്ലേ? നിങ്ങളുടെ സജഷൻസ്, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ കമന്റ് ബോക്സിൽ ഇടണം. ഓക്കെ, ഐ വിൽ ബി ഹാപ്പി ടു ഹെൽപ്പ്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.